അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ഓണം ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകും, അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ പോകുന്നത്. അമ്മ കുറച്ച് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട് ലിസ്റ്റൊക്കെ. അപ്പോൾ ആ ലിസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ പച്ചക്കറി സാധനങ്ങളും മേടിക്കാൻ പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാറ് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാൻ കൊടുക്കണം. അപ്പം നമ്മൾ ഇവിടുന്ന് കാറും എടുത്ത് വാഷ് ചെയ്യാൻ അവിടെ കൊടുത്തിട്ട് വേണം ഓരോ പരിപാടികൾ ചെയ്യാം. അപ്പോൾ പോവാം. ഇപ്പോൾ അവിടുത്തെ കാർ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പം കാർ ഫസ്റ്റ് വാഷിങ്ങിന് കൊടുക്കണം. കുറച്ച് ദിവസമായിട്ട് അപ്പോൾ വർക്കിനൊക്കെ പോയിട്ട് കാറ് മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ട് ഇടാനാണ് പ്ലാൻ. മാങ്കാവിലുള്ള R34 നമ്മൾ എപ്പോഴും വണ്ടി കൊടുക്കാറുള്ളത്. അപ്പം നമ്മൾ അവിടെ വണ്ടി വെച്ചിട്ട് ബൈക്ക് എടുത്തിട്ടാണ് കേട്ടോ അടുത്ത പർച്ചേസിന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെൻഡ്സിൽ വന്നതാണ്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഓണം കളക്ഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കാൻ. ട്രെൻഡ്സിൽ കുറേ ഓണത്തിൻ്റെ ഓഫറുകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ കളക്ഷൻസ് ഭയങ്കര കമ്പാരിറ്റീവ്ലി കുറവായ പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ എപ്പോൾ വന്നാലും ബൈ 1 get 1 ഫ്രീ അങ്ങനത്തെ ഓഫറുകളൊക്കെ എപ്പോഴും ഉണ്ടാവും. പക്ഷേ എപ്പോഴും നമ്മൾ കണ്ടുമടുത്ത സാധനങ്ങളൊക്കെ തന്നെയായിരിക്കും. പിന്നെ എന്നാലും അവിടെ നിന്ന് ഇങ്ങനെ തിരഞ്ഞു നോക്കുന്നത് ഒരു ഹരമാണ്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ അമ്മയ്ക്കും വീട്ടിലേക്കൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് അമ്മയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി. സാധനമൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ലൂസായിട്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ സൈസിലുള്ളതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ എനിക്കങ്ങനെ അത്ര തൃപ്തിയായില്ല. അതുകൊണ്ട് സാധനങ്ങളൊന്നും എടുത്തില്ല. അടുത്ത് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോയിൽ അവിടെ നിന്ന് തിരിയാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കിയിരുന്നു. പിന്നെ അവിടുന്ന് എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ട്രയൽ ചെയ്യാനും തന്നെ ആളുണ്ട് അത്രയും. പിന്നെ ബില്ലിങ്ങിനും അത്രയും ആൾക്കാരുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് നൈസായിട്ട് ഇറങ്ങി. പിന്നെ പാളയത്തേക്ക് പോയി. നമുക്ക് പച്ചക്കറിയും പൂക്കളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ദാഹമുള്ളതിനെ കൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഒരു മുസംബി ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ചൂടത്ത് നല്ലൊരു മുസംബി ജ്യൂസ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ മുസംബി ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പാളയത്തിലേക്ക് കയറി പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഓണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചധികം സാധനങ്ങൾ നേരത്തെ ബൾക്കായിട്ട് മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ കുറേ അങ്ങ് വാങ്ങിയിട്ടുണ്ട്. ഓൾറെഡി അച്ഛൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കൂടി കുറച്ച് വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ പച്ചക്കറി വാങ്ങിക്കഴിഞ്ഞിട്ട് പൂ മേടിക്കാൻ പോയിട്ട് നമ്മൾ കുറച്ച് ബാക്കിയുള്ളൂ. മിക്സഡ് ആയിട്ടാണ് കേട്ടോ വാങ്ങിയത്. പക്ഷെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പൂവിൻ്റെ അവിടെ. കാർ എടുക്കാൻ വന്ന കാർ എടുക്കുന്നില്ല, നമ്മൾ സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ലുലുവിൽ കൂടി പോകാനുണ്ട്. അപ്പോൾ കാറിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം നമ്മൾ. അല്ലമ്പാക്കി കിട്ടിയതായിരിക്കും. കരഞ്ഞ് കാല് പിടിച്ചോ. കൊള്ളാം കൊള്ളാം. ബാ ലുലുവിൽ പോ. കുറച്ച് ദിവസത്തെ പ്രവാസി ജീവിതം കഴിഞ്ഞിട്ട് ഹർഷ തിരിച്ചെത്തിയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും കോഴിക്കോടിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഇനി നമ്മളെ അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തിയപ്പോൾ ലുലുവിലും ഭയങ്കര തിരക്ക്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ട് നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് ലുലുവിൻ്റെ ഉൾവശമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ കുറേ കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാനുള്ളൂ. അപ്പോൾ സാധനങ്ങൾ തിരഞ്ഞിറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ വൈറ്റ് കളർ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഇത് നല്ല വെളിച്ചെണ്ണയാണെന്നാണ് കേട്ടോ. അത് നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുക. ഫ്രീസ് ചെയ്യുമ്പോൾ എപ്പോഴും വൈറ്റ് കളറിലിരിക്കണം. ആദ്യമായിട്ടാണ് ലുലുവിൽ പോയിട്ട് ഞങ്ങൾ വിചാരിച്ച സാധനങ്ങൾ മാത്രം വാങ്ങിക്കുന്നത്. അതായത് അമ്മ തന്ന ലിസ്റ്റിലെ സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ. കാരണം ഞങ്ങൾ രാവിലെ തൊട്ട് ഇങ്ങനെ നടന്ന് ഫുൾ ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ സാധനങ്ങളൊന്നും വാങ്ങാൻ നിന്നില്ല. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അറേബ്യൻ പാലസിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇന്ന് ഹർഷേൻ്റെ വകയാണ് ഫുൾ ട്രീറ്റ് അല്ലേ. ഇത് കാണുന്ന ബാക്കിയുള്ളവർക്ക് ഒന്ന് ഓർത്ത് വെക്കുന്നത് ഹർഷേൻ്റെ വകയാണ്. ഹർഷ ആലപ്പുഴയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പ്രമോഷൻ അല്ല ട്രാൻസ്ഫർ കിട്ടിയത്. കൈ മാറ്റൊന്ന് കാണട്ടെ. മാറ്റ്. ഹർഷന്റെ വക കുഴിമന്തി.
ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബീഫ് മന്തി കഴിക്കുന്നത്. ഞാൻ ഇതുവരെ ബീഫ് മന്തി കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടുന്ന് കഴിച്ച് നോക്കി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. ചിക്കനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ബീഫിനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ വന്ന് ബീഫ് മാത്രം കഴിക്കുന്ന ഒരു കുട്ടിയെ മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ഒരു ദിവസമായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ ഹർഷേനെ ലല്ലുവിനെ നമ്മൾ കണ്ടത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹർഷേൻ്റെ വക ഒരു മന്തിയും കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.